നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഡൽഹിയിൽ വൻ ആക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് പാക്കിലെ മണ്ടന്മാരെന്ന് ഒരു വട്ടം പറഞ്ഞാൽ പോരാ. തങ്ങൾ മണ്ടന്മാരാണെന്ന് ദിനം പ്രതി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ. എന്തായാലും ഡൽഹിയിൽ വൻ ആക്രമണം നടത്താനുള്ള പാക് ചാരസംഘടനയായ ISIയുടെ സ്ലീപ്പർ സെൽ ശൃംഖല ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം ഡൽഹി പോലീസും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ശ്രദ്ധിക്കപ്പെടാത്ത വിധം തീവ്രവാദ സംഘടനകൾ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് സ്ലീപ്പർ സെൽ അംഗങ്ങൾ. ഒറ്റ നോട്ടത്തിൽ ഇവരുടെ പ്രവർത്തനം കണ്ടെത്താൻ പ്രയാസമാണ്. അതേസമയം സമൂഹത്തിന്റെ ഉന്നത ശ്രേണികൾ പോലും ഇവർ പ്രവർത്തിക്കുന്നുണ്ടാകും. പിടിയിലായവരിൽ ഒരാൾ നേപ്പാളിൽ ജനിച്ച അൻസാർ മിയാൻ അൻസാരിയാണെന്നും ഇയാളിൽ നിന്നും വിവിധ സേനകളെ സംബന്ധിച്ച ക്ലാസിഫൈഡ് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നുമാണ് പുറത്തുവരുന്ന വിവരം. മറ്റൊരാൾ ഇന്ത്യ ആസ്ഥാനമാക്കി ലോജിസ്റ്റിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന അഖിലാഖ്യു അസം ആണ്. ഇരുവരെയും പിടികൂടിയതിന് പിന്നാലെ മേയിൽ ഡൽഹി പോലീസ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. ഫെബ്രുവരിയിലാണ് അൻസാരിയെ പിടികൂടുന്നത്. മാർച്ചിൽ നടത്തിയ റെയ്ഡിലാണ് അസം പിടിയിലായത്. ഇരു ISI ഏജന്റുമാരെയും നിലവിൽ തീഹാർ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് പോകാൻ ശ്രമിക്കവേ ഡൽഹിയിലെ ഹോട്ടലിൽ നിന്നാണ് അൻസാരിയെ അറസ്റ്റ് ചെയ്തത്. ISIക്ക് വേണ്ടിയാണ് ഇയാൾ ഡൽഹിയിലെത്തിയത്. നിർണായക രേഖകൾ CD-യിലാക്കി പാകിസ്ഥാനിലേക്ക് അയക്കാൻ ISI അൻസാരിയോട് ആവശ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ 2 ഉദ്യോഗസ്ഥർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് റിപ്പോർട്ട്. ബുധനാഴ്ച ഇന്ത്യ പുറത്തിറക്കിയ മുസഫിലിനും ഇതിൽ പങ്കുണ്ടെന്നും ഏജൻസി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 3 മാസമായി നടക്കുന്ന അന്വേഷണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ജനുവരിയിൽ ഇന്ത്യ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ചില രേഖകൾ, ചിത്രങ്ങൾ തുടങ്ങിയവ ശേഖരിക്കുന്നതിന് നേപ്പാൾ സ്വദേശി ഇന്ത്യയിലെത്തിയിട്ടുണ്ടെന്നായിരുന്നു ലഭിച്ച രഹസ്യ വിവരം. ഡൽഹിയിലെ സൈനിക ക്യാമ്പുകൾ ഉൾപ്പെട്ടവയുടെ വിവരങ്ങളുമായി പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അൻസാരി എന്ന നേപ്പാൾ സ്വദേശി അറസ്റ്റിലായത്. അൻസാരിക്ക് ഡൽഹിയിൽ സഹായങ്ങൾ ചെയ്തു നൽകിയത് റാഞ്ചി സ്വദേശിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ ചെയ്തികളെ അന്വേഷണ സംഘം സംശയത്തോടെയാണ് കാണുന്നത്. ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരായ ISI ഉദ്യോഗസ്ഥരാണ് എത്തിയതെന്നും മുസമ്മിൽ, എഹ്സാനൂർ റഹ്മാൻ എന്നീ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് ഈ വിവരങ്ങൾ അറിയാമെന്നും പുറത്തുവരുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ ഭീകര ചാരബന്ധം ആരോപിച്ച് പിടിയിലായ പലരുമായും ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ള വിവരവുമാണ് പുറത്തുവരുന്നുണ്ട്. ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ കീഴിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അറസ്റ്റിലായവരും പാക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംസാരത്തിന്റെ വിശദാംശങ്ങൾ പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.